വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ അല്പഭാഗമാണ് ഇന്നലെ നമ്മൾ പഠനത്തിന് വിധേയമാക്കിയത്. അതിൻ്റെ ബാലൻസ് ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് 4:1 ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ വാക്യത്തിൽ നിന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സ്വർഗം തുറന്നത് കണ്ടത് ആരെല്ലാം, അല്ലെങ്കിൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടത് ആരെല്ലാം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കാഹളനാദം പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ്. യോഹന്നാൻ മാത്രമല്ല, മറ്റു പലരും ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. 1 എബ്രായർ 12:18 സീനായി പർവ്വതത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ അഥവാ ദൈവജനം കാഹളനാദം കേട്ടു. 2 പുറപ്പാട് 19:16 ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ലഭിച്ചപ്പോൾ ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും ഉണ്ടായി. 3 യെഹെസ്കേൽ 3:12 യെഹെസ്കേലിനെ ദൈവം കാഹളനാദം കേൾപ്പിച്ച് സ്വർഗീയ ദർശനങ്ങൾ നൽകുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ അനുഭവം തന്നെ യോഹന്നാനും ഉണ്ടായി. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. വെളിപ്പാട് പുസ്തകം 1:11 4:1 7 സഭയ്ക്ക് ദൂത് നൽകുന്ന ദർശനം കാഹളനാദത്തിനൊത്ത ശബ്ദത്തോടു കൂടിയായിരുന്നു. ആത്മാവിൽ നിറയുന്ന ഒരുവനെ കാഹളനാദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. 5 1 തെസ്സലോനിക്കർ 4:16 1 കൊരിന്ത്യർ 15:52 കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നത് കാഹളനാദത്തോടു കൂടെയാണ്. നമ്മൾ വെളിപ്പാട് 4:1 വായിക്കുന്നത് എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. എവിടെയാണ് ആദ്യം ഈ ശബ്ദം കേട്ടത്? വെളിപ്പാട് 1:11 ആ വിഷയം നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് ഈ വാക്യത്തിൽ തുടർന്ന് നമ്മൾ കാണുന്നത്. യോഹന്നാനെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഈ വിളി സഭയുടെ ഉൾപ്രാവണത്തിന് നിഴലാണ്. സങ്കീർത്തനം 90:3 മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന ശബ്ദത്തിന് ഇതിന് സാമ്യമുണ്ട്. എന്തിനാണ് കയറി ചെല്ലേണ്ടത്? മേലാൽ സംഭവിക്കാനുള്ളത് കാണേണ്ടതിന്. മേലാൽ എന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്ന അർത്ഥം. യോഹന്നാനും പൗലോസും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇരുവരും ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല. മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളെ കേട്ടു. എന്നാൽ യോഹന്നാൻ താൻ കണ്ടത് ഒരു പുസ്തകത്തിലെഴുതി ആസിയയിലെ 7 സഭകൾക്ക് അയക്കുന്നു. ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ യോഹന്നാൻ മറനീക്കി കാണിക്കുകയാണ്. ആമോസ് 3:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. വെളിപ്പാട് 4:1 പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അനവധി ദൈവഭക്തന്മാർ വിശ്വസിക്കുന്നത് ഇവിടെ കയറി വരിക എന്നത് ഹാനോക്കിനെ പോലെ, ഉൽപ്പത്തി 5:21-24 വരെ, എബ്രായർ 11:5 ഏലിയാവിനെ പോലെ, 2 രാജാക്കന്മാർ 2-ാം അധ്യായം, വെളിപ്പാടിൽ വിവരിക്കുന്ന 2 സാക്ഷികളെ പോലെ, വെളിപ്പാട് 11:2 യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ്. പക്ഷേ ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന് വെളിപ്പാട് 1:10 വായിക്കുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ കാണാൻ തക്കതായ നിലയിലായി എന്നുള്ളത്. യോഹന്നാൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് ചെന്നു എന്നാണ് ന്യായമായി നമ്മൾ കരുതേണ്ടത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം.